അള്ളാന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നുവെന്നത് ജോർജ് ബുഷിന് മാത്രം പറഞ്ഞതല്ല, ജോസഫ് എഡമർഗിന് മാത്രം പറഞ്ഞതല്ല, പേരോടിന് മാത്രം പറഞ്ഞതല്ല. വരി കണ്ടോ വാചകം കൊണ്ടോ നമ്മൾ ദഅവയെ നിരുത്സാഹപ്പെടുത്തുകയോ അതിനെ നമ്മുടേതായ തത്വങ്ങളിലും സിദ്ധാന്തങ്ങളിലും അതേപോലെ തന്നെ ഫോർമാലിറ്റീസുകളിലും ഫ്രെയിമുകളിലും നിന്ന് അത് ഇല്ലാതെയാക്കുകയും ചെയ്യുമ്പോൾ ആലോചിക്കണം. വെളിച്ചം കിട്ടാത്ത 10,000 എന്റെ നാട്ടിലെ പലചരക്ക് കച്ചവടക്കാരനടക്കം അല്ലേ പലരുമുണ്ട്. ഞാൻ കണ്ടൊരു കാഴ്ചയുണ്ട്. കൽപ്പറ്റ സ്റ്റാൻഡിൽ ബസ് യാത്ര നിൽക്കുമ്പോ 2 കണ്ണും 2 കൈയില്ലാത്തൊരു മനുഷ്യൻ, അയാൾ യേശു ക്രിസ്തുവിലേക്ക് ക്ഷണിക്കാണ് അല്ലേ, നട്ടുച്ചയ്ക്ക് യേശു ക്രിസ്തുവിലേക്ക് ക്ഷണിക്കാണ്. ന്യായങ്ങളില്ലാത്ത അയാളുടെ മതത്തിലേക്ക് അയാൾക്ക് ക്ഷണിക്കാൻ കഴിയുമെങ്കിൽ ഓർക്കുക പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമ്മേളനം നമ്മളാണ് നടത്തേണ്ടത്. നമുക്ക് നമ്മുടെ സമ്മേളനം നടത്താൻ അറിയാം. കഴിഞ്ഞ 10 കൊല്ലം മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരിൽ ശിർക്കാരോപണം ഉന്നയിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരിൽ ആരോപണങ്ങളുടെ കെട്ടുകഥകളും കടങ്കഥകളുമായി നടന്ന ചില സുഹൃത്തുക്കൾ അവരിപ്പോൾ ഇതിന്റെ പടിക്കൽ വന്ന് നിൽക്കുന്നുണ്ട്. പാലക്കാട്ട് സമ്മേളനത്തിന്റെ പോസ്റ്ററും മുജാഹിദ് സമ്മേളനത്തിന്റെ പോസ്റ്ററും ഒന്നിച്ചു വെച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട്. 10 കൊല്ലം ദഅവയെ കൊണ്ട് നടന്നവർ, ഇവിടുത്തെ ഇൻഫർമേഷൻ വിഭാഗം, നിങ്ങളുടെ സാൽവേഷനും നിങ്ങളുടെ ചങ്ങരംകുളം സമ്മേളനമാണ് ഏറ്റവും ജനകീയമായ പരിപാടി എന്ന് പറഞ്ഞ അതേ സംഘടന ഓഫീസുകൾക്കൊരു ദിവസം നിശ്ചയിച്ച്, സ്കൂളുകൾക്ക് വേറെ ദിവസം നിശ്ചയിച്ച്, പൊതുജനങ്ങൾക്ക് വേറെ ദിവസം നിശ്ചയിച്ച് ഒരൊറ്റ ലഘുലേഖ, ഒരു CD കേരളത്തിൽ മുഴുവൻ എത്തിച്ച സംഘടന. പ്രമാണങ്ങൾ, അതാണ് നിങ്ങളെ ഹീറോ. വെറും പ്രമാണമല്ല, മുൻഗാമികളുടെ മാർഗത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രമാണം. ആ പ്രമാണങ്ങൾ സ്വീകരിക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങളെ സമ്മേളനം നടത്താൻ അറിയാം. അതുകൊണ്ട് ഒരിക്കലും ഇത്തരം രംഗത്തില്ലാത്ത ചില ആളുകൾ ഇപ്പൊ പോസ്റ്റർ എടുത്ത് നോട്ടീസ് എടുത്ത് സജീവമായി പ്രവർത്തിച്ചിരുന്ന പ്രവർത്തകരെ തള്ളിമാറ്റി അവർക്കെതിരിൽ ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ച് രംഗത്ത് വരുന്നുണ്ട്. അത് സതുദ്ദേശപരമല്ല എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രത്തോട് കൂടെ ഒരു വരി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഞങ്ങളുടെ സർക്കുലർ വ്യാഖ്യാനിക്കാൻ നിങ്ങളെ ആരും ഏൽപ്പിച്ചിട്ടില്ല. അറിയാം നിങ്ങൾക്ക് ഞങ്ങൾ ഉണ്ടാക്കിയ പരുക്ക്. അതാ ഞാൻ പറഞ്ഞത്, 5 മണിക്കൂർ എനിക്ക് തന്നാൽ ഞാൻ പറഞ്ഞോളാം. ഞാനല്ല, ഏത് കുട്ടിയും പറയും. നടന്ന പ്രവർത്തനങ്ങൾ, അതിന്റെ റിസൾട്ടുകൾ, അതിന്റെ അനുഭവങ്ങൾ, പ്ലാനിങ്, ഫോളോ അപ്പ്, ഇവാലുവേഷൻ, 3 സാധനമുണ്ട്. അറിയോ? അതാണ് സംഘടനാ സയൻസ്. ആ 3 സാധനം ഡീൽ ചെയ്യുന്ന ആൾക്കാരെ ഞങ്ങള്. അതുകൊണ്ട് പ്ലാൻ ചെയ്ത പരിപാടി നടത്തിക്കാൻ ഞങ്ങൾക്കറിയാം. പ്ലാൻ ചെയ്തിട്ട് മുടങ്ങല്ല. പ്ലാൻ ചെയ്താൽ അള്ളാന്റെ തോഫീക്ക് കൊണ്ട് നടക്കും. കഴിയുമ്പോൾ ഞെട്ടും അല്ലേ. പിന്നെ ഫോളോ അപ്പ് ഉണ്ട്, 3 ഇവാലുവേഷൻ നടത്തും, ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഞങ്ങളെ സർക്കുലർ നിങ്ങൾ വ്യാഖ്യാനിക്കണ്ട. കീഴ്ഘടകങ്ങളെ നിയന്ത്രിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ പ്രചാരണങ്ങൾ അയച്ചുവിടുന്നതിന്റെ ലക്ഷ്യം ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ യുവത്വത്തിന്റെ കരുത്തിനെ, ഞങ്ങളുടെ വിദ്യാർത്ഥിത്വത്തിന്റെ സജീവത്വത്തെ, ഞങ്ങളുടെ മുതിർന്നവരുടെ പക്വതയെ ഈ 3 ഘടകങ്ങൾ കൂടി കൂട്ടിയിണക്കി ഞങ്ങൾ നടത്തുന്ന മുന്നേറ്റം, ആ മുന്നേറ്റത്തെ ഒരു മൂലക്കലാക്കാൻ, ആ സ്പേസിലേക്ക് വരാൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം നിങ്ങൾക്ക് പ്രമാണമില്ല, നിങ്ങളുടെ കയ്യിൽ ഇത്തരം ഒരു സംഗതിയുമില്ല എന്നത് വളരെ കൃത്യമായി ഓർമ്മിപ്പിക്കാൻ, ഉണർത്താൻ ഈ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അവസാനത്തെ ഈ വാചകത്തോടെ ഞാൻ നിർത്തുന്നു. നമ്മുടെ ജീവിതം അത് എങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യുമെന്നറിയില്ല. നിങ്ങളുടെ ശരീരത്തിൽ വന്ന ഒരു വേദനയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൊടുത്ത ലാബ് ടെസ്റ്റ് ഒരിക്കലും വാട്ടർ ബെഡിൽ നിന്ന് എണീക്കാത്ത ഒരു ജീവിതത്തിലേക്കായിരിക്കും നയിക്കുന്നത്. ബഹുമാനനായ ജാബിർ കായക്കൊടി തിരുവനന്തപുരത്തെ ദേശീയ പാതയിൽ അദ്ദേഹം അസ്തമിച്ചു അല്ലെ. ഭാര്യ കേട്ടത് ബൈലെക്സ് മെസഞ്ചറിൽ നിന്ന് MICRലെ പ്രഭാഷകന്റെ പ്രഭാഷണം നിർത്തി, പ്ലേ ചെയ്ത കാസറ്റ് നിർത്തി, ജാബിർ കായക്കൊടി മരിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ്. അതുകൊണ്ട് വിടരാതെ വാടിയ പുഷ്പങ്ങളായി തിരിച്ചു പോകേണ്ടവരാണ് നമ്മളെന്ന യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങളെ കാണുക. പലപ്പോഴും ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ചില ലഘുലേഖകൾ സമൂഹത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ബഹുമാന്യരായ നമ്മുടെ പ്രവർത്തകരെയും സുഹൃത്തുക്കളെയും ഒക്കെ പേര് വെച്ചുകൊണ്ട് ജിന്ന് ചാരന്മാരെന്ന ആക്ഷേപണം ഉന്നയിച്ചുകൊണ്ട് പല ലഘുലേഖകളും കറങ്ങുന്നുണ്ട്. ആ ലഘുലേഖകളുടെ ഉദ്ദേശശുദ്ധി നിലമ്പൂരിൽ വെച്ച് KJU പ്രഖ്യാപിച്ചതുപോലെ KKPയും KKPയുടെ ഗൂഢസംഘവുമാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ അല്ലെ. ജിന്നുചാരന്മാരായി സംഘടനയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ജിന്നുചാരന്മാരെ ഡീൽ ചെയ്യാൻ ഇവിടെ സംഘടനയുണ്ട്, നേതൃത്വമുണ്ട്. ഒരു പ്രശ്നമല്ല അല്ലെ. എന്താ, ജിന്ന് മനുഷ്യ ശരീരത്തിൽ കയറുമെന്ന് വിശ്വസിച്ചതാണോ ജിന്നുചാരൻ?
എങ്കിൽ അയാളെ നിങ്ങൾ വിളിക്കേണ്ടത് KJU എന്നാണ്, ജിന്നി എന്നല്ല. കാരണം അയാൾ KJUവിന്റെ തീരുമാനമാണ് അംഗീകരിച്ചത്. അടിച്ചറക്കാൻ പാടില്ല എന്ന് വിശ്വസിച്ചതാണോ? അതാണ് അയാളെ ജിന്നി എന്ന് പറയാനുള്ള കാരണം. എങ്കിൽ അയാളെ ജിന്നി എന്നല്ല വിളിക്കേണ്ടത്, KJU എന്നാണ് വിളിക്കേണ്ടത്. ജിന്നി രോഗമുണ്ടാക്കുമെന്നതാണോ? എങ്കിൽ അയാളെ ജിന്നി രോഗം ഉണ്ടാക്കുന്നതിൽ വിശ്വസിച്ചതാണോ? അങ്ങനെയാണെങ്കിൽ ജിന്നി എന്നല്ല അയാളെ വിളിക്കേണ്ടത്, പിന്നെ KJU എന്ന് കണ്ടോടത്തുനിന്നൊക്കെ വിളിക്കണം. സുഹൃത്തുക്കളെ, അതുകൊണ്ട് വിഷയങ്ങളെ പക്വമായി നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കണം. വിയോജിപ്പുകളെ വിഷയാധിഷ്ഠിതമായി ചുരുക്കാനും പറ്റണം. ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും പടച്ചറബിനെ സൂക്ഷിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹു എല്ലാ ഘട്ടങ്ങളിലും പാലിച്ച് ജീവിക്കാൻ പടച്ചറബ് നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ജനപ്രദേശമാണെങ്കിലും കരയിലാണെങ്കിലും കടലിലാണെങ്കിലും മണ്ണിലാണെങ്കിലും വെള്ളത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും റബ്ബിനെ മാത്രമേ നമ്മൾ വിളിച്ചിട്ടുള്ളൂ. മുഴുവൻ മുജാഹിദുകളുടെയും വിശ്വാസം അതാണ്. ഒരൊറ്റ മുജാഹിദും ഇതിന് വിരുദ്ധമായി വിശ്വസിക്കുന്നവരില്ല. ആ വിശ്വാസത്തിൽ തന്നെ മരണത്തിന്റെ അവസാന നിമിഷം വരെ അള്ളാഹു നമ്മെ നിലനിർത്തുമാറാകട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.